ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് വരാൻ പോകുന്നത്. TPR റേറ്റ് ഗണ്യമായിട്ട് കൂടുകയാണ്. ദിവസവും 1%, 1.5% ഒക്കെയാണ് TPR ഇപ്പോൾ കൂടുന്നത്. സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനം വീണ്ടും ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. നിലവിലെ സാഹചര്യത്തിൽ TPR അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ്. നാളെയും മറ്റന്നാളും കർശനമായിട്ടുള്ള സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തന്നെയാണ്. വാരാന്ത്യ ലോക്ക്ഡൌൺ ആണ്. ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ജൂലൈ 24-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും നാളത്തെ റേഷൻ വിതരണവും ചില സാമ്പത്തിക സഹായങ്ങൾക്ക് അപേക്ഷ ഈ മാസം 31-ാം തീയതി വരെയാണ്. അതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം ഇന്നത്തെ കോവിഡ് കണക്ക് നോക്കിയാൽ സംസ്ഥാനത്ത് 17,518 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,28,489 സാമ്പിളുകളാണ് പരിശോധിച്ചത്. TPR റേറ്റ് ഗണ്യമായിട്ട് കൂടിയിരിക്കുകയാണ്. 13.63 ആണ്. 14-ന് അടുത്ത് തന്നെ എന്ന് പറയാം. ഈ ഒരു കോവിഡ് കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു രണ്ടാം തരംഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മൂന്നാം തരംഗത്തിന്റെ ഭീഷണി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്തിൽ ഒരു മൂന്നാം തരംഗം ഉടലെടുക്കുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. കുട്ടികളെ അത് വല്ലാതെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയും ഇല്ല എന്ന് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. TPR അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ജീവനക്കാരുടെയും പ്രവർത്തനം, സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം. A സോണിൽ മുഴുവൻ ജീവനക്കാർക്കും, B സോണിൽ 50% ജീവനക്കാർക്കും, C സോണിൽ 25% ജീവനക്കാർക്കും പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട്. ബാക്കിയുള്ള ജീവനക്കാരെ കോവിഡ്.ക്കായി നിയോഗിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. D സോണുകളിൽ സർക്കാർ ഓഫീസുകൾ അവധിയായിരിക്കും. നിലവിൽ സംസ്ഥാനത്ത് D സോണിൽ പെടുന്ന 271 തദ്ദേശ സ്ഥാപനങ്ങളും, C സോണിൽ പെടുന്ന 355 തദ്ദേശ സ്ഥാപനങ്ങളും, B സോണിൽ പെടുന്ന 335 തദ്ദേശ സ്ഥാപനങ്ങളുമാണുള്ളത്. കൂടുതൽ ഇളവുകളുള്ള A സോൺ വെറും 73 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഉണ്ടാകുക. ഇനി മറ്റ് അറിയിപ്പുകൾ നോക്കിയാൽ ഇനി പറയുന്നത് 2 സഹായ പദ്ധതികളിലേക്കുള്ള അപേക്ഷ ഈ മാസം അവസാനിക്കാൻ പോവുകയാണ്. ഇതിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പരിണയം പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇതിൽ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ മക്കളുടെ വിവാഹത്തിനോ ആണ് ഈ ഒരു സഹായം ലഭിക്കുക. തിരിച്ചടയ്ക്കേണ്ടാത്ത 30,000 രൂപയുടെ ധനസഹായമാണ് ഇതിലൂടെ ലഭ്യമാകുക. ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സാമൂഹ്യനീതി വകുപ്പിലാണ് സമർപ്പിക്കേണ്ടത്. ഭിന്നശേഷി തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് ജനന സർട്ടിഫിക്കറ്റോ മറ്റുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റോ ആയാലും മതി, രക്ഷിതാവുമായുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റും ഒപ്പം നിർദ്ദിഷ്ട അപേക്ഷയോടൊപ്പം പൂരിപ്പിച്ച് ജൂലൈ 31-ന് മുമ്പ് സാമൂഹ്യനീതി വകുപ്പിന്റെ ഓഫീസിലാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. മറ്റൊരു പദ്ധതി ആശ്വാസ കിരണം പദ്ധതിയാണ്. അതായത് കിടപ്പ് രോഗികൾ, പരസഹായം കൂടാതെ ബുദ്ധിമുട്ടുന്ന രോഗികളെ പരിചരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായമാണ്. നിലവിൽ ഒരു രോഗിയെ പരിചരിക്കുന്ന ആളുകളും മറ്റു ജോലികൾക്കൊന്നും പോകാതെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയായിരിക്കും. അത്തരക്കാർക്കുള്ള പദ്ധതിയാണ് ഈ ഒരു ആശ്വാസ കിരണം പദ്ധതി. ഈ പദ്ധതിയിലേക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം രോഗിയുടെ ആധാർ കാർഡും രോഗിയുടെ ബാങ്ക് പാസ്ബുക്കും, അയക്കുന്ന ആളുടെ ആശ്രിതന്റെ ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കും, ലൈഫ് സർട്ടിഫിക്കറ്റും എന്നിവ സഹിതം നിർദ്ദിഷ്ട ഫോമിൽ പൂരിപ്പിച്ചുകൊണ്ട് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓഫ്ലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോം അക്ഷയ CSC സെന്ററുകളിലൂടെ നിങ്ങൾക്ക് ചെന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ കൂടി വെച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, പൂജപ്പുര, തിരുവനന്തപുരം 695012 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. നീറ്റ് ഉൾപ്പെടെ മറ്റ് പൊതുപരീക്ഷകളൊന്നും റദ്ദാക്കാൻ ആലോചിക്കുന്നില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. 2021 നീറ്റ്, PG നീറ്റ്, UG നീറ്റ് പരീക്ഷകൾ യഥാക്രമം 2021 സെപ്റ്റംബർ 11, സെപ്റ്റംബർ 12 തീയതികളിൽ നടക്കും. കോവിഡ് പ്രോട്ടോക്കോളുകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് എല്ലാവിധ മുൻകരുതലോടുകൂടിയായിരിക്കും ഈ ഒരു പരീക്ഷകൾ നടത്തുക. വിദ്യാർത്ഥികളുടെ തിരക്കും ദീർഘദൂര യാത്രയും ഒഴിവാക്കാൻ രാജ്യത്തുടനീളം പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും. പരീക്ഷ എഴുതുന്നവരുടെ യാത്ര സുഗമമാക്കാൻ അഡ്മിറ്റ് കാർഡിൽ കോവിഡ് പാസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കാനും പുറത്തു കടക്കാനും പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾ ധരിക്കേണ്ട ഫേസ് മാസ്ക്, ഫേസ് ഷീൽഡ് ഇവ കിറ്റിൽ നൽകുന്നതാണ്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ പുറത്തുള്ള ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കും.
കലാശാസ്ത്ര രംഗത്തെ പരീക്ഷകൾ നടത്തിപ്പ് സംബന്ധിച്ച് അതാത് സർവകലാശാലകൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തീരുമാനമെടുക്കും. നാളെ ശനിയാഴ്ച ജൂലൈ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ അനുവദിച്ചിട്ടുള്ള നീല റേഷൻ കാർഡിനും വെള്ള റേഷൻ കാർഡിനും ഉള്ള സ്പെഷ്യൽ അരി ഒഴികെയുള്ള എല്ലാ ഭക്ഷ്യവിഹിതങ്ങളുടെയും വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആവശ്യമുള്ളവർ ഉടൻ തന്നെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി അത് നഷ്ടപ്പെടാൻ ഇടയാക്കരുത്. ഇനി ഇത് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞാൽ പിന്നെ കേവലം ഒരാഴ്ച മാത്രമാണ് ആ ഒരു ദിവസങ്ങൾ ബാക്കിയുണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.